ശ്രീ വസന്ത് ശ്രീക്ക് അങ്ങനെയാണോ? അതായത് ഈ ദക്ഷിണേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് തോന്നിയ ചുമ്മാതൊരു ആശങ്കയിൽ ഇങ്ങനെ കൂടുകയാണ്, പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കൂടുകയാണ്, ഇതിനകത്ത് മറ്റാശങ്കയൊന്നുമില്ല, ഇതിനകത്തേക്ക് ഒന്നും പോകുന്നില്ല, തീരുമാനം പോകുന്നില്ല. അതേ വായിൽ തന്നെ ഇവർ പറയുകയാണ് ജനസംഖ്യ അനുപാതികമല്ലാതെ എങ്ങനെ മണ്ഡലങ്ങളെ വിഭജിക്കാനാകും എന്നൊക്കെ. അപ്പോൾ ജനസംഖ്യ കുറച്ചത് കുറ്റം അല്ല. നോക്കൂ അജിംഷാദ്, കഴിഞ്ഞ ഒരു വർഷം മാത്രം 2500 കോടി രൂപയ്ക്ക് വിദേശയാത്ര നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആൾക്കാരാണ് ഇപ്പോ ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ കഥ പറയുന്നത്. ആ യാത്രയൊന്നും ഒരു വർഷത്തേക്ക് ഞാൻ ചെയ്യുന്നില്ല, പകരം ആ ഫണ്ട് മുഴുവൻ ബീഹാറിന് കൊടുത്തേക്കാം അല്ലെങ്കിൽ ഉത്തർപ്രദേശിന് കൊടുത്തേക്കാം എന്ന് തീരുമാനിച്ചാൽ ഈ പറയുന്ന പട്ടിണിയും പരിവട്ടവും ഒക്കെ തീരും. ഒരു വർഷം നരേന്ദ്രമോദി യാത്ര ചെയ്യുന്നില്ല, ഈ വർഷം ഞാൻ ടൂർ പോകുന്നില്ല എന്നൊക്കെ തീരുമാനിച്ചാൽ മതി, ആ പ്രശ്നമൊക്കെ തീർന്നു. രണ്ടാമത് നോക്കൂ, എല്ലാ കാലത്തും ഹിന്ദി എന്ന് ഞാൻ അങ്ങനെ പറയുന്നതല്ല. നോക്കൂ, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു ഉത്തരേന്ത്യൻ വരേണ്യ വർഗത്തിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ ഓഫ് പവർ ഉണ്ടല്ലോ, അത് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ എപ്പോഴും വൈകാരികമായി പ്രതികരിച്ചിട്ടുള്ളവരാണ് തമിഴ്നാട്. നമ്മൾ അംഗീകരിക്കുകയുള്ളൂ. അത് എല്ലാ കാലത്തും ഇൻക്ലൂഡിങ് കോൺഗ്രസ് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യണം. അപ്പോ സ്വാഭാവികമായും അതിന് ലീഡർഷിപ്പ് കൊടുക്കുക. അവർക്ക് അത്തരത്തിൽ സമൃദ്ധമായ ഒരു ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പാരമ്പര്യമുണ്ട്. അതാണ് കാരണം അവിടുത്തെ ഒരൊറ്റ നേതാവും ദ്രാവിഡ പാരമ്പര്യത്തിലല്ലാതെ അവർ ശവസംസ്കാരം പോലും നടത്താറില്ല, ഏത് ജാതി മതം ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ദ്രാവിഡ സംസ്കാരം അവരിൽ ഇങ്ങനെ ആഴ്ന്നു നിൽക്കുകയാണ്. നമുക്കറിയാലോ രാമസ്വാമി എല്ലാ കാലത്തും അതിന് പോർമുഖം തുറന്നതും DMK തന്നെയാണ്, അങ്ങേക്കറിയാം. സ്വാഭാവികമായും അതിന്റെ പിന്തലമുറക്കാരൻ എന്ന നിലയിൽ ശ്രീ സ്റ്റാലിന് അതിന് നേതൃത്വം കൊടുത്തേ മതിയാവൂ, ഇല്ലെങ്കിൽ അദ്ദേഹം ചരിത്രത്തിൽ ഒറ്റപ്പെടും, കുറ്റക്കാരനായി വിധിക്കപ്പെടും. നോക്കൂ, അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ED കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നേ. നാട് മുഴുവൻ നടന്ന് ഈച്ചയും പൂച്ചയും പിടിച്ചിടാൻ വേണ്ടി നടക്കുന്ന ED അല്ലേ, അന്വേഷണം പ്രഖ്യാപിക്കാൻ പറ. നോക്കൂ, BJP-യിലേക്ക് പോകുമ്പോൾ എല്ലാ കേസുകളും തേച്ചു വായിക്കപ്പെടുകയാണ്. ഒരു കേസ് ഞാൻ സൂചിപ്പിക്കാം, ഇപ്പൊ ED-യുടെ കഥ പറഞ്ഞു പോകേണ്ടതാണ് കേട്ടോ. രാജസ്ഥാനിൽ വസുന്ധര രാജെ സിന്ധ്യ എന്തു ചെയ്യുന്നു? ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ അവർക്ക് മുഖ്യമന്ത്രി പദം വേണമെന്ന് ആവശ്യപ്പെടുന്നു. ന്യായമാണ്, അവർ മുഖ്യമന്ത്രി ആയിരുന്നല്ലോ. അപ്പോ അതിന്റെ പിറ്റേ ദിവസം ഇവർ ഈ മുഖ്യമന്ത്രി പദം കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതിന്റെ പിറ്റേ ദിവസം അവരുടെ മകനെതിരെ ED കേസെടുക്കുന്നു. അവർ രണ്ടാമത്തെ ദിവസം അവരുടെ ക്ലെയിം പിൻവലിച്ചു. എനിക്ക് മുഖ്യമന്ത്രി ആവണ്ട, ഒന്നും ആവണ്ട, ഞാൻ ഈ സൈഡിൽ ഒതുങ്ങി കൂടിക്കോളാം എന്ന് പറയുന്നു. ഒരാഴ്ചക്കുള്ളിൽ ആ കേസ് എഴുതി തള്ളുന്നു. ആ അഴിമതി ആരോപണത്തെ പറ്റിയാണ്. അങ്ങനെ ഏത് നിമിഷവും ഏത് നട്ടപ്പാതിരയ്ക്കും ആർക്കെതിരെയും കേസെടുക്കാൻ പറ്റുന്ന ED-യെ കേന്ദ്ര ഗവൺമെന്റ് ഏജൻസികളെ വെച്ചുകൊണ്ടാണ് സ്റ്റാലിനെ പേടിപ്പിക്കാൻ ഇറങ്ങുന്നത്. അങ്ങോട്ട് ചെന്ന് കൊടുക്കൂ, നിങ്ങൾക്ക് കിട്ടിയത് മേടിച്ചുകൊണ്ട് പോകാനേ എനിക്ക് തൽക്കാലം പറയാനുള്ളൂ. നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച്, അതായത് നമ്മളെ സംബന്ധിച്ച്, ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇന്ന് ഉദയനിധി സ്റ്റാലിൻ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കേന്ദ്രം ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ, കേന്ദ്രം തീരുമാനിക്കുകയാണ് ഞങ്ങൾ ജനസംഖ്യ അനുപാതത്തിലാണ് മുമ്പോട്ട് പോകുന്നത്, അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും 10 വർഷത്തിനനുസരിച്ച് എന്ത് നടക്കണം? സെൻസസ് നടക്കണം, അതിനനുസരിച്ച് ഡീലിമിറ്റേഷൻ നടക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട്ടിലെ യുവാക്കളോട് പറയാണ്, നിങ്ങൾ വിവാഹം കഴിച്ച് ഉടനെ തന്നെ മക്കളെ പറ്റി ചിന്തിക്കണം, അത് ഒന്നിൽ നിർത്തരുത്, 2, 3, 4 ആവട്ടെ. ഈ നിലപാട് നാളുകളിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒട്ടാകെ തീരുമാനിച്ചാൽ, അങ്ങനെ കൂടുതൽ മക്കൾക്കുള്ളവർക്ക് കൂടുതൽ സഹായങ്ങളും കൂടുതൽ ഗവൺമെന്റ് പരിരക്ഷയും കൊടുക്കാൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒറ്റയടിക്ക് അങ്ങ് തീരുമാനിക്കാമെന്നിരിക്കട്ടെ. നിങ്ങൾ ഞങ്ങളെ ജനസംഖ്യ കുറവായതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ അരികുവൽക്കരിക്കുകയാണെങ്കിൽ അതിനെതിരെ ഇതാണ് ഞങ്ങളുടെ ഫൈറ്റ്, ഇതാണ് ഞങ്ങളുടെ പോർമുഖം എന്ന് തീരുമാനിച്ചാൽ 20 വർഷം കഴിഞ്ഞ് എന്തായിരിക്കും അവസ്ഥ? ഈ രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ പറ്റുമോ? ഈ രാജ്യത്തുള്ള കേന്ദ്ര ഗവൺമെന്റിന്, അത് ഏത് ഗവൺമെന്റും ആയിക്കോട്ടെ, ഈ രാജ്യത്തെ വികസനത്തിലൂടെ മുമ്പോട്ട് നയിക്കാൻ സാധിക്കുമെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? പറ്റില്ലെന്നേ. നിങ്ങൾ പറയേണ്ടത്, അതായത് ഇപ്പം അദ്ദേഹം BJP പ്രതിനിധിയല്ല എങ്കിൽ പോലും BJP-ക്കാർ പറയേണ്ടത്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് എന്നുള്ള നിലയിൽ BJP തീരുമാനിക്കേണ്ടത്, സംസാരിക്കേണ്ടത്, നോക്കൂ, ജനസംഖ്യാ നിയന്ത്രണത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കണ്ടുപിടിക്കൂ. കൂടുതൽ ജനസംഖ്യാ നിയന്ത്രണം നടത്തുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അവകാശങ്ങൾ ഉണ്ടാകുമെന്ന് പറയണ്ടേ? ഇപ്പൊ 23% റെപ്രസെന്റേഷൻ ഉള്ള നമ്മളാണ് ഇന്ത്യൻ GDP-യിലേക്ക് 40% അല്ലെങ്കിൽ 30%, 35% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ റെപ്രസെന്റേഷൻ ഉള്ള നമ്മുടെ യുവാക്കളാണ് ഇവിടെ പോസ്റ്റ് ഗ്രാജുവേഷനും PhD-യും അടക്കം ഈ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നത്. ഈ 23% റെപ്രസെന്റേഷൻ പാർലമെന്റിലുള്ള നമ്മളുടെ യുവാക്കളാണ് ഈ രാജ്യത്തിന്റെ
യുവതയുടെ ഏതാണ്ട് 50-60% വരുന്നത്. നമ്മളാണ് ഏറ്റവും കൂടുതൽ ബിസിനസ്സുകൾ, ഇൻഡസ്ട്രികൾ നടത്തുന്നത്. നമ്മളാണ് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നമ്മളാണ് ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നമ്മളാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. നോക്കൂ, നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ അവിടുത്തെ ഏതെങ്കിലും ഒരു സ്കൂൾ എടുത്ത് നോക്കിയാൽ, ടീച്ചേഴ്സിനെ നോക്കിയാൽ 80% മലയാളിയായിരിക്കും, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ നിന്നാണ്. അതായത് ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ പറയുന്ന നോർത്ത് ഇന്ത്യക്ക് വഴി കാണിക്കുന്നവർ നമ്മളാണ്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ കാര്യത്തിൽ, വികസനത്തിന്റെ കാര്യത്തിൽ, ഇൻഡസ്ട്രിയുടെ കാര്യത്തിൽ, വികസനങ്ങളുടെ കാര്യത്തിൽ, രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ പോലും. അങ്ങനെയുള്ള നമ്മളോട് നിങ്ങൾക്ക് ഇത്രയൊക്കെ സീറ്റ് മതി, ഇതാ അരികുവൽക്കരിക്കപ്പെട്ടോളൂ, മാറിയിരുന്നോളൂ എന്ന് പറഞ്ഞാൽ അതിന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് എന്നോ DMK എന്നോ കോൺഗ്രസ് എന്നോ ഈവൻ BJP എന്ന് പോലും നോക്കാതെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒന്നായി ചേർന്ന് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം കൂടി ശ്രീ അജിംഷാദ്, എന്താണ് കാലങ്ങളായി BJP പയറ്റി വരുന്ന രാഷ്ട്രീയം? അത് 100 വർഷങ്ങൾക്ക് മുമ്പ് സവർക്കർ എഴുതിയ ദ ഹിന്ദുത്വ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞു പോയതാണ്. അതായത് ഹിന്ദുവിനെ ഒന്നാക്കുക, മുസ്ലിമിനെ ഇപ്പുറത്താക്കുക, ക്രിസ്ത്യാനി ഇപ്പുറത്ത് നിർത്തുക. അങ്ങനെ 3നെ ഡിവൈഡ് ആൻഡ് റൂൾ എങ്ങനെയാണോ ബ്രിട്ടീഷ് നടപ്പിലാക്കിയത് അതേപടി നടപ്പിലാക്കുക. അതിന്റെ മാക്സിമം ഫ്രൂട്ട് എടുത്തു കഴിഞ്ഞു. ആ പഴത്തിന്റെ ചണ്ടി എത്രത്തോളം ഊറ്റിയെടുക്കാമോ അത് എടുത്തു കഴിഞ്ഞു എന്ന് മനസ്സിലായപ്പോ ഇനി മതത്തിന്റെ പേരിലുള്ള ഈ ഡിവൈഡ് ആൻഡ് റൂൾ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് അവർക്ക് തിരിച്ചറിഞ്ഞപ്പോ ഇനി ദേശത്തിന്റെ രീതിയിൽ, അതായത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, വെസ്റ്റ് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ എന്നുള്ള രീതിയിൽ പ്രാദേശിക വാദം ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ. നമ്മളെ നിർബന്ധിക്കുകയാണ്. എന്നിട്ട് പറയും, നോക്കൂ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അവിടെ അവര് ദ്രവീഡിയൻ സംസ്കാരം പറഞ്ഞുകൊണ്ട് അവരവിടെ ഫൈറ്റ് ചെയ്യണം, അത് നോർത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നോർത്തിൽ പോയി വോട്ട് പിടിക്കും. അതിനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. നാളെ ഇവർ ഈ നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, നോർത്ത് സൗത്ത് ഡിവിഷന്റെ മാക്സിമം ചണ്ടി എടുത്ത് കഴിയുമ്പോൾ നാളെ അവർ ജാതീയമായിട്ടുള്ള ഡിവിഷന് കൂടി ഇറങ്ങപ്പെടും. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ശൂദ്രൻ എന്ന് പറഞ്ഞ് മനുവിന്റെ കാലത്ത് എങ്ങനെയാണോ നടന്നത് ആ കാലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതിനൊരു തരത്തിലും നിന്ന് കൊടുക്കാൻ, ഞാൻ ഇതിന്റെ മുമ്പ് പറഞ്ഞല്ലോ, ഹിന്ദി തെരിയാതെ പോടാ എന്ന് പറയണമെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഈ പറയുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ തയ്യാറാവണം. അതിന് രാഷ്ട്രീയത്തിന്റെ കൊടി നോക്കേണ്ട കാര്യമില്ല. അത് വിളിച്ചു ചേർക്കുന്നത് DMK ആണോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ, കോൺഗ്രസ് ആണോ, BJP ആണോ എന്ന് നോക്കേണ്ടതില്ല. അതിന്റെ നേതൃത്വം കൊടുക്കുന്ന സ്റ്റാലിനാണോ, പിണറായി ആണോ, രേവന്ത് റെഡ്ഡി ആണോ, രാഹുൽ ഗാന്ധി ആണോ എന്ന് നോക്കേണ്ട കാര്യമില്ല.